ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്ററായ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഒബ്സർവ് ദ പിക്ചർ, വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ. ഏതാണ് അതിൽ കാണുന്ന പക്ഷി? യെസ്, കിങ് ഫിഷർ, നീലപ്പൊന്മാൻ. വാട്ട് ഈസ് ഇറ്റ്സ് മെയിൻ ഫുഡ്? അതിൻ്റെ ഭക്ഷണം എന്താണ്? നമുക്കറിയാം, മീനാണ്. വേർ ഈസ് ദ ബേർഡ് യൂഷ്വലി സീൻ? എവിടെയാണത് സാധാരണ കാണുന്നത്? പോൺസ്, കുളക്കരയുടെ അരികിൽ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിനുള്ള കാരണമാണ് നമ്മുടെ ടെസ്റ്റിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ദ കിങ് ഫിഷർ ലൈ ആക്സ് ഇൻ ബാരോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ ദ പോൺസ്. കിങ് ഫിഷർ മുട്ടയിടുന്നത് കുളത്തിൻ്റെ അരികിലുള്ള മാളങ്ങളിലോ കുളക്കരയിലോ ആണ്. ദേ മോസ്റ്റ്ലി ചൂസ് ദ പ്ലേസ് നിയർ ദ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അവർക്ക് മീൻ പിടിക്കാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലത്താണ് അവർ താമസിക്കാറ്. ദർ ആർ മെനി ക്രീച്ചേഴ്സ് അറൗണ്ട് us who eat various kind of food. നമ്മുടെ ചുറ്റും കുറേ ജീവികളുണ്ട് പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ദ ഈറ്റ്? എന്തൊക്കെ തരത്തിലുള്ള ഫുഡാണ് അവർ കഴിക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോഡ്? എന്താണ് ആടിൻ്റെ പ്രധാന ഭക്ഷണം? നമുക്കറിയാമല്ലേ, ആടിൻ്റെ പ്രധാന ഭക്ഷണം ഗ്രാസും ലീവ്സും ഗ്രെയിൻസും ഒക്കെയാണ്. പുല്ലും ഇലകളും ഗ്രെയിൻസ് ധാന്യങ്ങളുമൊക്കെയാണ്. വിച്ച് അതർ ക്രീച്ചേഴ്സ് ഫീഡ് ഓൺ ദ പാർട്സ് ഓഫ് പ്ലാന്റ്? വേറെ ഏതെല്ലാം ജീവികളാണ് സസ്യങ്ങളുടെ ഭാഗങ്ങൾ കഴിക്കുന്നത്? ഫൈൻഡ് ആൻഡ് റൈറ്റ്. ഏതൊക്കെയാണ്? ഡിയർ, റാബിറ്റ്, കൗവ്. നമുക്കറിയാം അല്ലേ? അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫുഡ് ആൻഡ് ഹാബിറ്റേറ്റ് ആണ്. അതിലൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയാണ്, റൈറ്റ് ഡൗൺ ദ ക്രീച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഇതിൽ കാണുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഗ്രാസ് ഹോപ്പർ, ക്രാബ്, ഫ്രോഗ്, സ്മോൾ ഫിഷ്, ടോർട്ടോയ്സ്, ക്രെയിന്, സ്നേക്ക്, സ്നെയില്, ക്രോ, ഡ്രാഗൺ ഫ്ലൈ. ഇത്രയല്ലേ ഉള്ളൂ. വിച്ച് ക്രീച്ചർ ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? സ്മോൾ ഫിഷസിന് ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? ക്രോവും ക്രെയിനുമല്ല. എവരി ക്രീച്ചർ ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗനിസം. ഈ ചിത്രത്തിലെ എല്ലാ ജീവികളും വേറെ ജീവികളെ ആഹാരമാക്കുന്നു. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ മീനുകൾ സസ്യങ്ങളെ ഭക്ഷിക്കുന്നു. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. വലിയ മീനുകളാണെങ്കിൽ ചെറിയ മീനുകളെ ആഹാരമാക്കുന്നു. ക്രെയിൻ ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിൻ എന്താണ് കഴിക്കുന്നത്? ഫിഷസിനെ. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. പ്ലാന്റ് ഭക്ഷിക്കുന്നത് ആരൊക്കെയാണ്? സ്മോൾ ഫിഷസ്. സ്മോൾ ഫിഷസിനെ ഭക്ഷിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ലാർജ് ഫിഷസും ഫ്രോഗും ഒക്കെയാണ്. ഈ ഫ്രോഗിനും ലാർജ് ഫിഷസിനും ഭക്ഷിക്കുന്നത് ആരാണ്? ക്രെയിനാണ്. അതുപോലെ തന്നെ പ്ലാന്റ് ഭക്ഷിക്കുന്ന വേറൊരു സംഭവമാണ് വോം. വോമിനെ ഭക്ഷിക്കുന്നത് ആരാണ്? ക്രോ. അപ്പോൾ ഡയഗ്രാം സെറ്റല്ലേ? ഡീർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രീച്ചേഴ്സ്. ഡീറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും എല്ലാം സസ്യം ആഹാരമാക്കുന്ന ജീവികളാണ്. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രീച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. ഇനി അവരെ ആഹാരമാക്കുന്നത് ആരൊക്കെയാണ്? പ്ലാന്റ് ഡീർ കഴിക്കുന്നു, ഡീറിനെ ലയൺ കഴിക്കുന്നു. പ്ലാന്റിനെ റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ടൈഗർ കഴിക്കുന്നു. പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തതായൊരു ഡെഫിനേഷനാണ്, ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ജീവനുള്ള വസ്തുക്കൾ പരസ്പരം ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നു. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഈ പരസ്പര ബന്ധമാണ് ഫുഡ് വെബ്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. കോ എക്സിസ്റ്റൻസ് അറ്റ് ദ സീ. ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? നമ്മൾ കരയിലെ വിവിധങ്ങളായ ആഹാര ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. ഇതുപോലെ കടലിലും വ്യത്യസ്തമായ ആഹാര ബന്ധങ്ങളുണ്ട്. താഴെ കുറച്ച് ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. അവ ഏതൊക്കെയാണ്? ഷാർക്ക്, സാർഡിൻ എന്ന് വെച്ചാൽ മത്തി, സ്മോൾ ഫിഷസ്, സീ ടർട്ടിൽ, പ്ലാങ്ക്ടൺ.
ഇനി പ്ലാങ്ക്ടൺ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാങ്ക്ടൺ ആർ ദ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. വെള്ളത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറിയ ജീവികളാണ് പ്ലാങ്ക്ടണുകൾ. ഓക്കെ, ഇനി അടുത്തതായി നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഓർഗനിസം, ഫുഡും എന്ന് പറഞ്ഞ 2 കോളംസ് ഉണ്ട്. ഷാർക്ക് എന്താണ് കഴിക്കുക? സ്ക്വിഡ് എന്ന് വെച്ചാൽ കണവ. ഫിഷസ്, സീ ടർട്ടിൽ, അതിനൊക്കെയാണ് ഷാർക്ക് കഴിക്കുക. സാർഡിൻ എന്ന് വെച്ചാൽ മത്തി എന്താ കഴിക്കുക? സ്മോൾ ഫിഷസും പ്ലാങ്ക്ടണും സ്മോൾ ഫിഷസിനെയാണ് സാർഡിൻ കഴിക്കുക. സീ ടർട്ടിൽ എന്തിനാ കഴിക്കുക? പ്ലാന്റ് പാർട്ട്. പിന്നെ ഫിഷസ്, സ്മോൾ ഫിഷസ് എന്തിനാ കഴിക്കുക? അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, പ്ലാങ്ക്ടൺ ആണ് കഴിക്കുക. അടുത്തതായി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ഫോർ സർവൈവൽ. ഒബ്സർവ് ദ പിക്ചർ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? നമ്മൾ മീൻ കാണുന്നുണ്ടോ പൂളിൽ? വാട്ട് കോമ്പണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഫിഷിന് ജീവിക്കാനായി വേണ്ടത്? സൺലൈറ്റ് വേണം, അക്വാട്ടിക് പ്ലാന്റ്, ഭക്ഷിക്കാനായിട്ട് അക്വാട്ടിക് പ്ലാന്റ്സ് വേണം. പിന്നെന്താ വേണ്ടേ? പിന്നെ ശ്വസിക്കാനായിട്ട് നമുക്ക് ഓക്സിജൻ വേണ്ടേ? അപ്പോൾ എയർ വേണം. Don't you think the organism in the pond also need these components to survive? പോണ്ടിലുള്ള ബാക്കിയുള്ള ജീവികൾക്കും ഈ കോമ്പണൻസ് ഒക്കെ വേണ്ടേ ജീവിക്കാൻ? കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കോമ്പണൻസ് ഓഫ് ദ പോണ്ട്. ലിവിങ് തിങ്സ് എന്തൊക്കെയാണ്? ഫ്രോഗ്, ക്രാബ്, ക്രെയിന്, സ്നെയിൽ ഒക്കെയാണ് ലിവിങ് തിങ്സ്. ഇനി നോൺ ലിവിങ് തിങ്സ് എന്താണ്? എയർ, സൺലൈറ്റ്, പ്ലാന്റ്, അതൊക്കെയാണ് നോൺ ലിവിങ് തിങ്സിൽ വരുന്നത്. ദ ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ ആവാസസ്ഥലം. എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവിറോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ കോമ്പണൻസ് നെസസറി ടു ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗനിസം. പലതരത്തിൽപ്പെട്ട ജീവികൾക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു സ്ഥലമാണ് പാഡി ഫീൽഡ്. അപ്പാർട്ട് ഫ്രം ഫിഷ്, ഇറ്റ് ഈസ് ഓൾസോ എ ഹാബിറ്റേറ്റ് ടു മെനി അതർ ക്രീച്ചേഴ്സ്. ഫിഷിന് പുറമെ ഒരുപാട് ജീവികൾക്ക് ഇത് ജീവിക്കാനുള്ളൊരു സൗകര്യം ഒരുക്കുന്നു. ഇനി നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 1.6. വിച്ച് ആർ ദ ഹാബിറ്റേറ്റ് ഷോവൻ ഹിയർ? ഇവിടെ കുറച്ച് ഹാബിറ്റേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, റിവർ, പോളാർ റീജിയൻസ്, അതൊക്കെയാണത്. ആ 4 പേര് എഴുതി വെച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 2 ഫുഡ് കാർഡ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ക്രീച്ചേഴ്സ് വരുന്നത്? ക്രോവും ഗോട്ടും. ക്രോ എന്തൊക്കെയാണ് കഴിക്കുക? സ്മോൾ ക്രീച്ചേഴ്സ്, ചെറിയ ജീവികൾ. ഫ്രൂട്ട്സ്, പഴങ്ങൾ. ഗ്രെയിൻസ്, ധാന്യങ്ങൾ. ഫുഡ് വേസ്റ്റ്, ഭക്ഷണാവശിഷ്ടങ്ങൾ. റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗനിസം, ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ. ഇനി ഗോട്ട് എന്താ കഴിക്കുക? ഗോട്ട് ഗ്രാസ് കഴിക്കും, ലീവ്സ് കഴിക്കും, ഗ്രെയിൻസ് കഴിക്കും. ഇതാണ് നമ്മുടെ ഗോട്ട് കഴിക്കുന്നത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.